ഹലോ വെൽക്കം ബാക്ക് ടു homegrown recipes. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാർഷ്മെല്ലോ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ വാങ്ങുന്നത് പോലെ തന്നെ സ്പോഞ്ചിനെസ്സും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിലും ഒരു വ്യത്യാസവും ഇല്ല, സെയിം തന്നെയാണ്. ഇത് നമുക്ക് പെട്ടെന്നൊന്നും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയല്ല. ഏകദേശം സാവധാനത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം ഒരു 5 മണിക്കൂറെങ്കിലും നമ്മളിത് സെറ്റാവാൻ വേണ്ടി വെക്കാനുണ്ട്. പിന്നെ ഈസിയാണ്, ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ഇവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ പിങ്കാണ് യൂസ് ചെയ്തത്. ആ ഒരു പിങ്കും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിപ്പയിലോട്ട് അരിച്ച് വേണം നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാൻ, ഇല്ലെങ്കിൽ അത് ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പഞ്ചസാരയോടൊപ്പം തന്നെ 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് നമ്മൾ അരച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ജെലാറ്റിന് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ജെലാറ്റിന് നമ്മൾ നോർമൽ നല്ലോണം ചൂടല്ല, ഏകദേശം ഒരു മീഡിയം ചൂടുള്ള വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വേണം നമ്മൾ കലക്കിയെടുക്കാൻ, നല്ല പോലെ കലങ്ങാനുണ്ട്. നല്ലോണം കലക്കിയതിന് ശേഷം നമ്മൾ ഇത് ഒരു സൈഡിൽ മൂടി മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ ഏകദേശം ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. പഞ്ചസാര നന്നായി കലങ്ങുന്നത് വരെ ഒന്ന് കലക്കിക്കൊണ്ടേയിരിക്കാം. ഏകദേശം ഇത് കലങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റായി കലങ്ങിയതിന് ശേഷം നമ്മളിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ മുഴുവനായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബീറ്ററിൽ അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മൾ ബീറ്ററിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ഹൈ സ്പീഡിൽ വെച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഗ്ലാസ്സിൽ ഉണ്ടാക്കി വെച്ച ജെലാറ്റിൻ ഇതിലേക്ക് ഒഴിക്കാം. മുഴുവനായി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല ബീറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം ചെറിയ സ്പീഡിൽ നിന്ന് വലിയ സ്പീഡിലേക്ക് ബീറ്റർ അറേഞ്ച് ചെയ്യാം, സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഏകദേശം നല്ല ക്രീമി അപ്പിയറൻസ് വരുന്നത് വരെ, ക്രീമി ലുക്ക് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിന് ഏകദേശം ഒരു ക്രീമി ലുക്ക് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പം നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ നല്ല പോലെ ബീറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ മാർഷ്മെല്ലോക്ക് വൈറ്റും പിങ്കും ആണ് ലെയർ ആക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വൈറ്റ് കുറച്ച് എടുത്ത് വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള ക്രീമിലേക്ക് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റിഫായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വൈറ്റും പിങ്കും ഉണ്ട് ലെയർ ആക്കാൻ വെച്ചിട്ട്. ഇനി നമ്മളൊരു കണ്ടെയ്നർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുമ്പ് മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറും ഷുഗർ പൗഡറും ഇതിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബോട്ടമിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു വലിയതും ചെറുതും കണ്ടെയ്നറിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിഭാഗം ഞാൻ വൈറ്റും പിന്നെ അതിൻ്റെ മുകളിലായി പിങ്കുമാണ് ചെയ്തത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റിൽ മാത്രം ചെയ്യാം, പിങ്കിൽ മാത്രം ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 ലെയേർഡായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. എല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ആ പൊടി തന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ കണ്ടെയ്നറിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പൊടി സ്പ്രിങ്കിൾ ചെയ്ത ശേഷം നമ്മളൊരു ഫോയിൽ ഉപയോഗിച്ച് ഇതിനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ കവർ ചെയ്ത ശേഷം നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് കുറച്ച് ഹോൾസ് ഉണ്ടാക്കാം. ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇത് സെറ്റ് ആവാൻ വെക്കാം. ഏകദേശം ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും സെറ്റ് ആവാൻ വെക്കണം. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഏകദേശം ഇനി 2 മണിക്കൂർ വെക്കാനുണ്ട്. അപ്പോൾ 2 മണിക്കൂർ വെച്ചതിന് ശേഷം അപ്പോൾ നമ്മളിത് എടുക്കുകയാണ്. ഇത് എടുത്തതിന് ശേഷം നമ്മുടെ മുമ്പത്തെ മിക്സ്ചർ ഉണ്ടല്ലോ, കോൺഫ്ലോറും പിന്നെ ഷുഗറും മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പൗഡർ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗത്തും മേൽഭാഗവും സൈഡിലോട്ടും എല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫ്രീസ് ആയതിനു ശേഷം നമ്മൾ മൊത്തത്തിലൊന്ന് പൗഡർ ഇട്ട് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മാഷ്മെല്ലോ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാം, പക്ഷെ കുറച്ച് സെറ്റാവാൻ സമയമെടുക്കുന്നതെന്ന് മാത്രമാണ്. ഇനി നമ്മൾ ഇതിനെ നല്ല സ്ക്വയർ ഷേപ്പാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും കിട്ടുന്നില്ല, വഴുതി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഷ്മെല്ലോ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് സാവധാനത്തോടെ കുറച്ച് അധികം സമയം തന്നെ വേണം ഇത് ചെയ്തെടുക്കാൻ. നല്ല സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത ശേഷം നമ്മളിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.